അതുകൊണ്ട് തന്നെ ഡോക്ടർമാരോട് ഇവർ തട്ടിക്കയറുന്നുണ്ട്. 12 മണിക്കൂറല്ല 15-18 മണിക്കൂർ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, അവർക്ക് ഈ ബന്ധുക്കളുടെ ശകാരം കൂടിയാകുമ്പോൾ, വഴക്ക് കൂടിയാകുമ്പോൾ, ഭീഷണി കൂടിയാകുമ്പോൾ നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മെഡിക്കൽ കോളേജിൽ. തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് കേടായ വെന്റിലേറ്ററുകൾ ഇതുവരെ നന്നാക്കിയിട്ടില്ല, അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല. ഇലക്ട്രിക്കൽ വിഭാഗം അതിന് തയ്യാറാകുന്നില്ല, പല പ്രാവശ്യം നിർദ്ദേശം നൽകിയിട്ടും. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അനുമതി ലഭിക്കാത്തത് കൊണ്ടാണ് ഇലക്ട്രിക്കൽ വിഭാഗം തിരിഞ്ഞു നോക്കാത്തത് എന്ന് പറയുന്നു. ന്യൂറോ സർജറിയിലും ICUകളില്ല, വെന്റിലേറ്ററില്ല, ആകെ ഗതികെട്ട് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ദിനംപ്രതി ധാരാളം രോഗികൾ എത്തുന്ന മെഡിക്കൽ കോളേജ്. ഗുരുതര രോഗികൾക്ക് ഓപ്പറേഷൻ മാറ്റിവെക്കാൻ കഴിയില്ല. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഇവരെ എവിടെ കിടത്തും? കഴിഞ്ഞ മാർച്ച് 17-ന് നടന്ന തീപിടുത്തത്തെ തുടർന്ന് 35ഓളം വെന്റിലേറ്ററുകൾ കത്തിനശിച്ചു. പകരം 20ഓളം വെന്റിലേറ്ററുകൾ അടിയന്തരമായി സജ്ജമാക്കി. പിന്നാലെ തന്നെ വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്ന 5 പേർ മരണമടഞ്ഞു. ഇതൊന്നും തങ്ങളുടെ ഭാഗത്ത് പറ്റിയ തെറ്റല്ല എന്ന് ആശുപത്രി അധികൃതരുടെ വാദം. പക്ഷേ കൂട്ടിരിപ്പുകാർ, ബന്ധുക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കൂട്ടിരിപ്പുകാരെ ബുദ്ധിമുട്ടിക്കുന്നു. അവർ വഴക്കുണ്ടാക്കുന്നു. 1 മാസമായിട്ടും യാതൊരുവിധ നടപടികളും സർക്കാർ വകുപ്പുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ആദ്യമൊക്കെ ജനത്തിനെ ബോധ്യപ്പെടുത്താൻ ചില പരിശോധനകൾ നടന്നു. പിന്നീട് അങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കാതായി. രോഗികളുടെ ബുദ്ധിമുട്ട് കണ്ട് മനസ്സുമടുത്തും ബന്ധുക്കളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ സഹിക്കവയ്യാതെയും ഡോക്ടർമാർ ഉന്നതാധികാരികളെ വിവരമറിയിച്ചു. തിരിഞ്ഞു നോക്കാൻ ആർക്ക് സമയമില്ല. പരാതികളെല്ലാം ബധിരകർണങ്ങളിൽ ഒതുങ്ങി. മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തെക്കുറിച്ച് 1 മാസം കഴിഞ്ഞിട്ടും യാതൊരു വിധത്തിലുള്ള അന്വേഷണവും പൂർത്തിയായിട്ടില്ല. എന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, ഇപ്പോഴും അത് മറവിലാണ്. സാധാരണക്കാരന്റെ ആശ്രയമാണ് മെഡിക്കൽ കോളേജുകൾ. അവിടെയാണ് ഇത്ര ഗതികേട്. നമ്മളൊക്കെ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യരംഗം, ഏറ്റവും നല്ല ആരോഗ്യരംഗം എന്ന് വീമ്പ് മുഴക്കുമ്പോൾ ഇതാണ് മെഡിക്കൽ കോളേജിന്റെ ICUവിന്റെ അവസ്ഥ. പണമുള്ളവന് പ്രൈവറ്റ് ആശുപത്രികളുണ്ട്, അല്ലെങ്കിൽ വിദേശങ്ങളുണ്ട്. കുടുംബസഹിതം, പരിവാരസഹിതം വിദേശത്ത് ടൂറുപോയി ചികിത്സിക്കാൻ കഴിവുള്ള മന്ത്രിമാരുടെയും ഉന്നത നേതാക്കന്മാരുടെയും നാടാണിത്. സാധാരണക്കാർ അലഞ്ഞു തിരിയുന്നു, ചികിത്സ കിട്ടുന്നില്ല.